നാലാമത്തെ ആഴ്ചയിൽ 23-ാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട മാർക്കോ എന്ന ചിത്രത്തിന് ഇന്ന് ബോക്സ് ഓഫീസിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരിക്കലും 24 അവേഴ്സിൽ മണിക്കൂറിൽ 1000 ടിക്കറ്റ്സുകൾ വിറ്റഴിക്കുന്ന ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെടാൻ ചിത്രത്തിന് സാധിച്ചില്ലായിരുന്നു. എല്ലാ ലാംഗ്വേജിൽ നിന്നും പുത്തൻ സിനിമകൾ തിയേറ്ററിൽ എത്തിയതോടുകൂടെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ മാർക്കോക്ക് ആ ഒരു വലിയ ട്രെൻഡിങ്ങിലേക്ക് എത്തപ്പെടാൻ ഇന്നലെ കഴിയാതെ പോയത്. എന്നാൽ ഇന്ന് ശനിയാഴ്ച തൻ്റെ പ്രതാപകാലം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് മാർക്കോ. ഇന്ന് ഈ ഒരു സമയത്ത് 1000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആവുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തിയേറ്ററിലെത്തിയ പല സിനിമകൾക്കും വലിയ രീതിയിലുള്ള അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ വെട്ടിക്കുറച്ച ഷോയും കാര്യങ്ങളെല്ലാം പലയിടത്തും ഇന്ന് മാർക്കോ എന്ന ചിത്രത്തിൻ്റെത് കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടും പിന്നെ ഇന്ന് വീക്കെൻഡ് ആണല്ലോ, ഇന്ന് ശനിയാഴ്ചയാണല്ലോ, അതുകൊണ്ടൊക്കെയാണ് സിനിമയ്ക്ക് ഇന്ന് ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കാൻ സാധിച്ചത്. ചിത്രത്തിൻ്റെ 22 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 98 കോടിയിൽ എത്തി നിൽക്കുന്നു. സിനിമയ്ക്ക് ഈ ഒരു വീക്കെൻഡോട് കൂടെ തന്നെ 100 CR ട്രാക്കഡ് കളക്ഷൻ പ്രകാരം സ്ഥാനം പിടിക്കാൻ സാധിക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ 100 CR കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഈ ആഴ്ച തിയേറ്ററിലെത്തിയ മികച്ച അഭിപ്രായം നേടിയ രേഖാചിത്രം എന്ന മൂവിയെ മാറ്റി നിർത്തിയാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു മലയാള ചിത്രമായി തീരും ഇന്നും മാർക്കോ. ഓർക്കുക, പല സിനിമകൾക്കും ആദ്യ ദിവസം നേടിയെടുക്കാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങൾ 23-ാമത്തെ ദിവസവും മാർക്കോ ബോക്സ് ഓഫീസിനെ കാട്ടിക്കൊടുക്കുന്നു. മാർക്കോ എന്ന ചിത്രം ഇത്രയും വലിയ കളക്ഷൻ നേടാൻ അർഹതയുള്ള സിനിമയായിരുന്നു, അതോ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടാൻ യോഗ്യതയുള്ള സിനിമയായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനുജുനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.